പ്രൈസ് ലോർഡ്. വേമ്പർദേശിക്കുന്ന സ്നേഹം നടത്തെ എല്ലാ ദൈവക്കാരിക്കും അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവകുമാർ ഷെയർ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത. ഈ നാളുകളിൽ നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ, ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവം, അത് മറ്റൊന്നുമല്ല, താഴ്മ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് അനുസരിക്കാൻ പറ്റാത്തതും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്വഭാവമാണ് താഴ്മ എന്നുള്ളത്. കാരണം ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ താഴാതെ, അല്ലേ, ഒരുപക്ഷെ നമ്മുടെ ഒരു താഴ്ച, നമ്മൾ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ചെറുതായിട്ടൊരു വാക്കിനൊന്ന് താഴ്ന്നു കൊടുത്താൽ പല പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും, പല പ്രശ്നങ്ങളും സോൾവ് ആവും. പക്ഷേ താഴാൻ പറ്റാത്തൊരനുഭവം, അത് ജോലി മേഖലയിലായാലും കുടുംബത്തിലായാലും ഭാര്യ ഭർത്താവ് ബന്ധത്തിലായാലും അല്ലെങ്കിൽ ഒരു കൂടെ ഉള്ള കൊളീഗ്സിൻ്റെ രീതിയിൽ നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും ഒരു താഴ്മയില്ലാത്തൊരനുഭവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുവാൻ തക്കവണ്ണം ഇടയാകും. കാരണം കർത്താവിനെ പറ്റി തന്നെ നമുക്കറിയാം, കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, അല്ലേ. ആ ശിഷ്യന്മാർക്കിടയിൽ പോലും ഒരു ചെറിയ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? ഞാൻ വലിയവനാണോ നീ വലിയവനാണോ എന്ന് ചോദിച്ചൊരു ചെറിയ ആർഗ്യുമെൻ്റ് ഉണ്ടായപ്പോൾ പോലും കർത്താവ് എന്താ ചെയ്തു കൊടുത്തത്? ശിഷ്യന്മാരുടെ കാൽ കഴുകി മാതൃകയാക്കി, അല്ലേ, മാതൃകയാകുവാൻ തക്കണം ഇടയായി. ആ ഒരു പിതാവിൻ്റെ മക്കളാണ് പിതാവിൻ്റെ മക്കൾ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കർത്താവിൻ്റെ ഒരു സ്നേഹവും ഒരു താഴ്മയും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ മനുഷ്യരുടെ മുന്നിൽ ഒന്ന് താണുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവിൻ്റെ സ്നേഹം കൂടുകയല്ലാതെ പിതാവ് നമ്മളെ ചേർത്ത് പിടിച്ച് എൻ്റെ സ്വഭാവത്തിനോടൊപ്പം തന്നെ എൻ്റെ മകളും അല്ല എൻ്റെ മകനും എന്നും പറഞ്ഞ് നമ്മളെ ആ മാറോട് ചേർത്ത് പിടിക്കുന്നതല്ലാതെ ഒരിക്കലും കർത്താവ് നമ്മളെ തള്ളി പറയത്തില്ല. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുവാനും നമ്മൾ ഹാപ്പി ആയിരിക്കാനും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവമായ താഴ്മ ധരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഷോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷോട്ടിൽ നിന്ന് നിർത്തിക്കൊള്ളു. ഗോഡ് ബ്ലെസ് യു ഓൾ.